എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രേവീൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ശേഷം 5 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഏകദേശം 1/2 കിലോ ബീഫിൻ്റെ അളവാണ്. അതിനുശേഷം 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്കായ ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറിയ ജീരകം 1 വലിയ ടേബിൾ സ്പൂണ്, പെരിഞ്ജീരകം 1 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറാമ്പ് ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കണം. പിന്നെ പട്ട 2 കഷ്ണം ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനൊന്ന് 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയൊക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ കറിയുടെ പ്രധാനം മല്ലിപ്പൊടിയാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പച്ച മണം ഒന്ന് മാറി വന്നതിന് ശേഷം ചൂടാറാൻ വെച്ചിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ബീഫ് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഈ ഗ്രേവി സൂപ്പറായി റെഡിയാകും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഗ്രേവിയിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത തേങ്ങയുടെ എണ്ണയാണ് അതിൽ തെളിഞ്ഞ് വരിക. അപ്പോൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് താളിച്ച് കൊട്ടണം. താളിച്ച് കൊട്ടാനായിട്ട് മറ്റൊരു പാനിലേക്ക് 2 വലിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു മണം ഉണ്ടാകും. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ്. ഇതുപോലെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വറമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് താളിച്ച് കൊട്ടിക്കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും ആപ്പം, പത്തിരി, ചോറ്, ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.